നമ്മുടെ നാട്ടിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര ടാസ്ക് അല്ല. നമ്മുടെ നാട്ടിൽ പഠിച്ച പണി തന്നെ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വളരെ കുറവായിരിക്കും. ജോബ് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് നമ്മളെ യൂത്തിൻ്റെ ഇടയിൽ. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പുറത്ത് പോയി ജോലി ചെയ്യുക, ഔട്ട് ഓഫ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രിയോ പോയിട്ട് ജോലി ചെയ്യുക, അവിടെ സെറ്റിൽ ആവുക എന്നുള്ളൊരു സ്കീമാണ് എല്ലാവരുടെയും മൈൻഡിലേക്ക് ആദ്യം ഓടി വരിക. അതിനു വേണ്ടിയിട്ട് തന്നെ ഈ എബ്രോഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ റെസ്യൂം അപ്ലൈ ചെയ്തിട്ട് കാശ് പോയവരുടെ എണ്ണം വളരെ 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 അധികമായിരിക്കും. നാണക്കേടും മാനക്കേടും കാരണം മാത്രം ഇതൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് പേര് കാണും. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിലെ എല്ലാ മീഡിയയും ചർച്ച ചെയ്യുന്നത് ഒരു ലേഡിയെക്കുറിച്ചാണ്. ഓക്കെ, ഒരു ഡോക്ടറാണ്. ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈല് വഴി ഇതേപോലെ പുറം രാജ്യങ്ങളിൽ ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ ഇടുകയും അതിനെ തുടർന്ന് ജോബിന് വേണ്ടി റെസ്യൂം അപ്ലൈ ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചു. ലക്ഷമുള്ളത് കോടിയാവാൻ ചാൻസ് ഉണ്ട്, കാരണം അത്രത്തോളം ആളുകൾ ഇവരുടെ പറ്റിപ്പിൽ പെട്ടിട്ടുണ്ട്. കാർത്തിക പ്രദീപ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, ഡോക്ടർ കാർത്തിക പ്രദീപ് എന്നാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പേര് വെച്ചിട്ടുള്ളത്. CEO ടേക്ക് ഓഫ് കൊച്ചി, ഇവരുടെ സ്ഥാപനത്തിൻ്റെ പേരാണ് ടേക്ക് ഓഫ് കൊച്ചി. ഓക്കെ, ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ ഡെയിലി റീൽസും സാധനമൊക്കെ കണ്ടുപോകുന്നതിൻ്റെ ഇടയിലായിരിക്കണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഇവർ തന്നെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നത്. ഓക്കെ, ഒരു ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ സാലറി കിട്ടുന്ന രീതിയിൽ എബ്രോഡ് ഒരു രാജ്യത്ത് നിങ്ങൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ ഒരു കമ്പനിയിൽ സെയിൽസ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഒരു സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടുക, ഇവിടത്തേനേക്കാൾ ഇരട്ടി ശമ്പളം കിട്ടുക എന്നുള്ളൊരു സ്കീമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളതിൽ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യും, ജോബ് റെസ്യൂമിന് അപ്ലൈ ചെയ്യും. ഇവരുടേതായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ട്. ഓക്കെ, അവിടുത്തെ കമ്പനികൾ അറിഞ്ഞു വെക്കുന്ന നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. ഇവരുടേതായിട്ടുള്ള കുറേ എഗ്രിമെൻറ്റ്സ്, പിന്നെ കുറേ എക്സാംസ് അങ്ങനെയൊക്കെ വെച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എത്രത്തോളം അത് വലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നൊരു സ്കീമിലായിരിക്കും ഇങ്ങനെ തട്ടിപ്പ് മാതൃകയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഈ കാർത്തിക പ്രദീപ് എന്ന് പറഞ്ഞ യുവ ഡോക്ടർ അറസ്റ്റിലായിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇവരുടെ റീൽസും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിയുള്ളവർ പൈസ ചോദിക്കുന്ന സമയത്ത്, ഇതേമാതിരി തട്ടിപ്പാണെന്ന് മനസ്സിലായി പൈസ ചോദിക്കുന്ന സമയത്ത് ഇവർ ബാക്കിയുള്ള ഈ പൈസ കൊടുത്ത് ഇവരുടെ ഏജൻസി വഴി പുറത്തു പോകാൻ വന്ന പാവങ്ങളോട് പറയുന്ന വർത്താനം നിങ്ങൾ കേൾക്കണം. എന്തറിഞ്ഞിട്ടാണ് താനക്ക് വർത്താനം പറയാൻ നിൽക്കുന്നത്? എന്റെ ഹസ്ബൻഡ് അനിയൻ മരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, പ്രതികരിക്കാണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? പിന്നെ 90 ദിവസത്തെ എഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിയമപരമായിട്ട് നീങ്ങിയിട്ടുമുണ്ട്. അതെ, പറ്റിച്ച് ജീവിക്കാം. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? മേലാൽ ഇങ്ങനത്തെ വർത്താനം കൊണ്ട് എന്റെ മെസ്സേജ് കാണാൻ അടിക്കാമെങ്കിലുണ്ടല്ലോ വരുമ്പോ എന്തോ അയ്യോ മാഡം ഞങ്ങൾ എങ്ങനെയും ഒന്ന് UK വിട്ടാ മതി. 90 ദിവസത്തെ എഗ്രിമെന്റ് വെച്ച് സൈൻ ചെയ്തിട്ട് പോകുമ്പോൾ ക്യാൻസലേഷനോ റിജക്ഷനോ മെഡിക്കൽ കൊണ്ടുതരുന്നത് ഒരു സമയത്ത്, ഡോക്യുമെന്റ്സ് കൊണ്ടുതരുന്നത് വേറൊരു സമയത്ത്. ഇതെല്ലാം നമ്മൾ ഓർഡർ ആക്കി 30 ദിവസത്തിനുള്ളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എനിക്ക് ഇങ്ങനെ സംസാരിച്ച് എനിക്കറിയില്ല. ഞാനിപ്പോ ഒരു കമ്പനി CEO ആയിട്ടല്ല സംസാരിക്കുന്നത്. കമ്പനി CEO ആയിട്ടല്ല, കൊട്ടേഷൻ ഗുണ്ടയായിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് ഇത്രയും സൗകര്യമുള്ളൂ. ഞാൻ പറ്റിച്ച് ജീവിക്കാൻ തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ള വഴി. പറ്റിച്ച് ജീവിക്കുന്നത് എൻ്റെ കഴിവ്. അതെ, പറ്റിച്ച് ജീവിക്കുന്നത് ഒരു കഴിവാണ്. അത് പല തന്തയ്ക്ക് പറഞ്ഞവർക്ക് മനസ്സിലായോ? അങ്ങനത്തെ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ കൊണ ഡയലോഗ് അടിക്കുന്നവർ അങ്ങനെയാണ്. ഒറ്റ തന്തയ്ക്കല്ല, പല തന്തയ്ക്ക് ജനിച്ച സ്വഭാവമാണ് എന്ത് തിരിച്ച് ഇമാതിരി ചെറ്റവർത്താനം പറയുന്നത് പാവങ്ങളോട്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ സ്വർണം പണയം വെച്ചും വസ്തു പണയം വെച്ചും ഇല്ലാത്ത പൈസ കടം മേടിച്ചും കൊണ്ടുവന്ന് ഉണ്ടാക്കി പുറത്ത് ചെന്നൊരു ലൈഫ് ഉണ്ടാവും എന്ന് വിചാരിച്ച് വരുന്ന ആളുകളുടെ അടുത്ത് പൈസയും മേടിച്ച് പിന്നെ അവരെ നോക്കിയിട്ട് തെണ്ടി വർത്താനം പറയും. ഇതാണെങ്കിലും ഇവരെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നിപ്പോൾ കണ്ടത് 65 ലക്ഷം രൂപ തിരുവനന്തപുരം സ്വദേശിനിയുടെ കയ്യിൽ നിന്ന്
തട്ടിയെടുത്തു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 2022 ഇവർ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ MBBS പഠിക്കാനാണ് എന്നുള്ള വ്യാജേന ഉക്രൈനിലെങ്ങാണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പൈസ മേടിച്ച് തട്ടിച്ചിട്ടുണ്ട്. ഉക്രൈൻ ഓർ ഐ തിങ്ക് അർമേനിയ ജോർജിയ, ഓക്കെ, ഇഫ് ഐ എം നോട്ട് റോങ്, അർമേനിയ ജോർജിയ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അത് ഫറൂഖ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. അതിൽ നിന്നും ഒരുപാട് പൈസ തട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകളിൽ നിന്ന് വീണ്ടും പൈസ തട്ടിച്ചിട്ടുണ്ട്. സോ കേരളത്തിൽ പല ജില്ലകളിൽ പല സ്ഥലങ്ങളിൽ പലരുടെയും കയ്യിൽ നിന്ന് വൻ രീതിയിലുള്ള തട്ടിപ്പാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ഇത് ഇവർ ഒറ്റയ്ക്കാണോ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത്, അതോ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഇനി എത്ര പേരുണ്ട് ഇവരുടെ പിന്നിൽ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും പോലീസ് അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. UK, ഓസ്ട്രേലിയ, ജർമ്മനി, ഉക്രൈൻ ബേസ്ഡ് ഒക്കെ ആയിട്ടാണ് ഇവർ ഈ പറഞ്ഞ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടേൻസി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയും തുറന്നു വെച്ചിട്ട് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഈ രാജ്യങ്ങളിലൊക്കെ ജോലി ഒഴിവുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ കൊണ്ടുപോകും എന്നുള്ള രീതിക്കുള്ള ഓഫേഴ്സാണ് ഇവർ കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഇവരും ഒരു സ്ത്രീ ആയതുകൊണ്ടും ഇവർ ഡോക്ടർ ആയതുകൊണ്ടും, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. സെക്കൻഡ് ഹാൻഡ് കാർ മാർക്കറ്റിലാണെങ്കിൽ അടക്കം ഡോക്ടർ യൂസ് ചെയ്ത കാർ എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടുകാരൊരു പ്രത്യേക ഡോക്ടർ ഉപയോഗിച്ച വണ്ടി, ഈ ഡോക്ടർക്ക് കിട്ടുന്നൊരു പ്രിവിലേജ് ഉണ്ട്. ആ സംഗതി ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടാണ് ഇവർ മെജോറിറ്റിയും തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവർ ഫസ്റ്റ് ഇപ്പോൾ പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി കൊടുത്ത കംപ്ലൈൻ്റ് ആണ്. 5,23,000 രൂപ വരുത് ഇതേപോലെ UK അവർക്ക് വർക്ക് വിസ എടുത്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ അവർക്ക് പൈസ കൊടുത്തു. പിന്നെ അത് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവർ കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ മുകളിലാണ് ഇവർ പെടുന്നതും. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവരുടെ എതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു തുടങ്ങി. 3 മുതൽ 8 ലക്ഷം വരെ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് ഇവർ ഇമാതിരി ഉടായ്പകൾ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. പിന്നെ കേസും കൂട്ടമൊക്കെ ആയ സമയത്ത് ഇവർ ഒളിവ് പോയി. പിന്നെ കോഴിക്കോട് നിന്നാണ് ഇവരെ പോലീസ് പൊക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് ഇനി ആരൊക്കെ ആഡാവും, പിന്നെ ഇവർ ഈ പൈസ എന്ത് ചെയ്തു, അതൊരു വലിയ കാര്യമാണ്. കാരണം ഇത്രത്തോളം പൈസ ഇവർ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു സീനാണല്ലോ. ഇവർക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവരുടെ തന്നെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഇവർ പിരിച്ചെടുത്ത പൈസ മൊത്തത്തിൽ ഇവർ ലഹരിയുടെ സംതിങ് ഡീലിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനും ഇന്ന് ന്യൂസിൽ കാണാനിടയായി. ഓക്കെ, അപ്പം അങ്ങനെ ഇവർ റിലേറ്റഡ് ആയിട്ടൊരു വൻ മാഫിയ തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ ഒരു ലേഡി നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് 2-3 ദിവസം കൊണ്ട് എന്നെ ബന്ധപ്പെട്ട ആളുകളിലൂടെയും ന്യൂസിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ദയവേദന എൻ്റെ വ്യൂവേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെ ജോലി തപ്പി നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇതുപോലത്തെ ആളുകളുടെ ജോബിൻ്റെ ഇതേപോലെ പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടറിയോ, ഇവരുടെ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ഏത് പേജിലാണോ കണ്ടേ ആ പേജിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ കമ്പനിയുടെ രജിസ്ട്രേഷൻ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ട് ഓഫീസ് ഓഫ് ദി പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവരുടെ ഒരു ഇമെയിൽ ID ഉണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ കയറിയിട്ട് നിങ്ങൾ മെയിൽ അയക്കുക അവർക്ക്. ഓക്കെ, ഈ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഓഫീസ് ഓഫ് ദി പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കമ്പനി ത്രൂ ആണോ നിങ്ങൾ ഈ പറഞ്ഞ എബ്രോഡിലേക്ക് പോകാനുള്ള വിസ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി തരാൻ പോകുന്നത്, അവർക്ക് വിദേശത്തേക്ക് ആളെ കൊണ്ടുപോകാനുള്ള ലൈസൻസ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ സംഗതി ചെയ്തേ പറ്റൂ. ഓക്കെ, കാരണം ഇല്ലെങ്കിൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് മാത്രമായിട്ട് ചുമ്മാ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ പേരിൽ പൊങ്ങി വരുന്ന ഇങ്ങനത്തെ ആളുകളും സ്ഥാപനങ്ങൾക്കും ഒരു രീതിയിലും ആളുകളെ ഇവിടെ നിന്ന് പുറം രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തരത്തിലുള്ള ലൈസൻസും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു എനിക്ക്. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്തതിൽ കുറേ കമ്പനികൾ, ഇന്ത്യയിൽ തന്നെ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ പേരും ചിലപ്പോൾ നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾ കാണുന്ന കാര്യങ്ങളൊന്നും കൂടി ഗവൺമെൻറ് വെബ് പോർട്ടലിൽ റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ഉഡായിപ്പ് ടീംസിനെ കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുപോയി പൈസ കൊടുക്കുക.
ഒരു തൃശൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് ഈ കേസുമായി എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷണം തുടങ്ങിയത്. പിന്നീട് ഇത് വലിയൊരു തട്ടിപ്പിന്റെ തുടക്കം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പരാതി മാത്രമാണ് ലഭിച്ചത് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഈ തൃശൂർ സ്വദേശിനിയുടെ പക്കൽ നിന്നും വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് അവിടെ വിവിധ ജോലികൾ വാഗ്ദാനം ചെയ്ത് 5,20,000 രൂപയാണ് വിവിധ ഘട്ടങ്ങളിലായി ഓൺലൈനായും അല്ലാതെയും ഈ കാർത്തിക കൈക്കലാക്കിയത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് മനസ്സിലാക്കിയ തൃശൂർ സ്വദേശിനി സെൻട്രൽ പോലീസിനെ സമീപിക്കുന്നു. അങ്ങനെയാണ് ഈ പത്തനംതിട്ട സ്വദേശിയായ ഡോക്ടർ കാർത്തികയെ പോലീസ് തിരയുന്നത്. ഈ അന്വേഷണം നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ കാർത്തിക ഈ കൊച്ചിയിലുള്ള ഓഫീസ് അടച്ചുപൂട്ടി ഇവിടെ നിന്ന് മുങ്ങി. അങ്ങനെ ഒളിവിലായിരുന്ന കാർത്തികയെ കോഴിക്കോടെത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഓഗസ്റ്റ് മുതൽ ഇവർ ഈ തട്ടിപ്പിന് ഇരയായവരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നിലവിൽ 7 കേസുകളാണ് വിവിധ പരാതികളിൽ പോലീസ് ഇവർക്കെതിരെ എടുത്തിട്ടുള്ളത്. വിശദമായ അന്വേഷണം ഇവരുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കും എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വിദേശത്തേക്ക്, പ്രത്യേകിച്ച് ഇവർ യുക്രൈനിലെ ഒരു ജോലി ചെയ്യുകയാണ്, ഡോക്ടറായി ജോലി ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ എത്തിക്കാമെന്നതാണ് ഇവർ വാഗ്ദാനം നൽകിയത്. ഈ വാഗ്ദാനത്തിൽ വീണുപോയവരാണ് കാർത്തികയുടെ തട്ടിപ്പിനിരയായത്. വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. ഇതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്ന ന്യൂസ് ഇവരെ കുറിച്ചിട്ട്. ഓക്കെ, ഇവരുടെയൊക്കെ പ്രൊഫൈലിൽ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടറിന് കൊടുത്തിട്ടുണ്ട്. ഈ Dr@hospital അവർ ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ ഫേസ്ബുക്ക് അവരുടെ വാളിനകത്തൊക്കെ കൊടുത്തതിൽ വിളിച്ച് ചോദിച്ചതിൽ നിന്ന് മനസ്സിലായത് അവർ ഈ പറഞ്ഞ ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയുടെ ഏതെങ്കിലും ഒരു അയൽവക്കത്ത് കൂടി തൊട്ടടുത്ത് കൂടി വല്ല യൂബറും വിളിച്ച് പോയി എന്നല്ലാതെ അവിടെ നിന്ന് വർക്ക് ചെയ്തതായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്കില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളിങ്ങനെ കാണുന്ന സമയത്ത് ഇവരുടെ പ്രൊഫൈലിലുള്ളതൊക്കെ നിങ്ങളൊന്ന് വേരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തട്ടിപ്പിൽ പെടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്താണെങ്കിലും ചെയ്തേ പറ്റൂ. ഓക്കെ, കാരണം ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടാണ് ഇമാതിരി ഉഡായിപ്പുകൾ നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് ആരെങ്കിലും പോയിട്ട്, ഇപ്പോൾ സപ്പോസ് പൈസ പോയിട്ട് തിരിച്ച് ഇതിൻ്റെ റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കാറുണ്ട്. ഓക്കെ, അതിൻ്റെ സൈഡിൽ ഞാനൊരു വീഡിയോ ഒക്കെ ഗുളികയൊക്കെ എടുത്ത് മിണുങ്ങുന്നുണ്ട്. എന്നിട്ടും അന്നൊന്നും പറ്റിയിട്ടൊന്നുമില്ല, 2 സ്ട്രിപ്പ് കഴിച്ചു എന്നുള്ള രീതിയിലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടി. സോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ചീത്ത വിളിക്കുക, കൊട്ടേഷൻ ടീമിനെ കൊണ്ട് വിളിപ്പിക്കുക, ലഹരി മാഫിയയിൽപ്പെട്ട ആളുകളെ കൊണ്ട് വിളിപ്പിച്ച് ഈ പറഞ്ഞ ആളുകളെ ആരാണോ പൈസ തിരിച്ചു ചോദിക്കുന്നത് അവരെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇവരുടെ ഒരു മോഡസ് എന്ന് പറയുന്നത്. ഞങ്ങളിത് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ടാണല്ലോ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടു, ഞങ്ങളിവിടെ വിളിച്ചു, ഒരു ഓഫീസിലേക്ക് വിളിച്ചു, ഡയറക്റ്റ് പോയി മീറ്റും ചെയ്തു. അപ്പോൾ മീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ UK-ലേക്കാണ് ചെയ്യുന്നത്, ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞ് ലൈസൻസും കാണിച്ചു തന്നു, ലൈസൻസുള്ള ഫേം. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോയി. അപ്പം കുറേ തട്ടിപ്പിൻ്റെ കാര്യം പുറത്തൊക്കെ അറിയുന്നുണ്ട്, പക്ഷേ എന്നാലും ലൈസൻസും അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ വിശ്വസിച്ചു. അങ്ങനെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് 25 അടയ്ക്കണം. അപ്പോൾ ഓക്കെ 25 അടച്ചു. പിന്നെ എന്താണ് ഞങ്ങളൊരു 2 lakhs അടയ്ക്കാൻ പറഞ്ഞു. 2 lakhs അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പേയ്മെൻറ്റൊക്കെ നിങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ സാലറിയിൽ നിന്ന് പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഓക്കെ ആയി. അപ്പോൾ വിചാരിച്ച മിനിമം പൈസയിലാണ് പോകാൻ വിചാരിച്ചത്. അപ്പോൾ ഹാപ്പിയായി. അപ്പോൾ കുറച്ച് ഞാൻ ഒരു എക്സാം നടത്തും. എക്സാം എന്ന് പറഞ്ഞപ്പോൾ ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 2 മാസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ 2 മാസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻ്റർവ്യൂവിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഗ്രാജുവലി ഒരു എക്സാം വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് തോറ്റു. അപ്പം തോറ്റപ്പോൾ ഡിസപ്പോയിൻ്റ് ആയി. അപ്പം പുള്ളിക്കാരത്തിനെ പറഞ്ഞു ടെൻഷൻ ആവേണ്ട, ഒരു 3,000 rupees തന്നാൽ നിങ്ങൾക്ക് ഇനിയും എക്സാം ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളും കരുതുന്നത് അപ്പോഴും മനസ്സിലാവുന്നില്ല തട്ടിപ്പാണ്. അപ്പോൾ ഞങ്ങൾ സത്യസന്ധമായിട്ട് 3,000 റെഡിയാക്കി കൊടുത്തു. അപ്പോൾ 3,000 കൊടുത്തു. ഒരു റിട്ടൺ ടെസ്റ്റ് നടത്തി, അതും പാസ്സായി. പിന്നെ അവസാനം അവർ പറഞ്ഞു എന്താണ് നമുക്കൊരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അതെന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂ അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്തു. അതും ഇങ്ങനെ ഇല്ല, കുറച്ച് പേര് അവർ തോൽപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോഴും നമ്മൾ വിശ്വസിച്ച് പോവുകയാണ്. എല്ലാം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴും അത് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ മാസങ്ങളായിട്ട് ഇങ്ങനെ പോവുകയാണ്. ശരിക്കും 2 മാസം കൊണ്ട് പോകാമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. 2 മാസം കഴിഞ്ഞിട്ടും നടക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് നീക്കുപോക്കില്ല, ഒന്നുമില്ല. ഇൻ്റർവ്യൂവും കഴിഞ്ഞു, ഇൻ്റർവ്യൂവിൽ പോലെ പൊട്ടി. പിന്നെ അതിൻ്റെ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു, മെഡിക്കലിലും കുഴപ്പമില്ല. എല്ലാം ഞങ്ങൾ അവർ പറയുന്ന എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മെഡിക്കലിനൊക്കെ ഞങ്ങൾ എമൗണ്ട് എടുത്ത്. പിന്നെ എന്താണ് ഉണ്ടായത്, വേറെ സംഗതി പറഞ്ഞാൽ അടുത്തത് പോകുന്ന സമയമായി. അപ്പോഴേക്ക് തന്നെ ഒരു 6 മാസത്തിൻ്റെ അടുത്തായി. അപ്പോഴും ഇത് മനസ്സിലാവും. പിന്നെ അവർ പറഞ്ഞു VFSന് പൈസ എടുക്കണം. അതൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ പൈസ മേടിക്കുകയാണ്. അപ്പോഴും നമ്മൾ എങ്ങാനും ഒരു പൈസ കൊടുക്കാൻ നേരം വയ്ക്കാം. പിന്നെ പുള്ളിക്കാരത്തിന് ഭീഷണിയാണ്.
നിങ്ങളിങ്ങനെ ചെയ്തല്ലേ നിങ്ങളെ അവസരങ്ങളാണ് പോകുന്നത് പറഞ്ഞാൽ ഭീഷണി മുഴക്കിയിട്ട് പൈസ മേടിക്കാം. ഇത് സാധാരണക്കാരെ ഈ കാർത്തിക പറ്റിച്ചതിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. ഇവർ ഡിവോഴ്സ് ആയിരുന്നു, ആദ്യത്തെ കല്യാണം ഡിവോഴ്സ് ആയിരുന്നു. ആദ്യം കല്യാണം കഴിച്ചത് കേരളത്തിൽ തന്നെ ഒരു പ്രശസ്ത സീരിയൽ നടിയുടെ ബ്രദറിനെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, സ്വന്തം ഭർത്താവിനെ തന്നെ പുറത്ത് ജോലിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ ഫാമിലിയിൽ നിന്നും പൈസ മേടിച്ച് പറ്റിച്ച മുതലാണ് ഈ കാർത്തിക പ്രദീപ്. ഓക്കെ, സീരിയൽ നടീൻ്റെ അനിയനെ പറ്റിച്ചു, സ്വന്തം ഭർത്താവിനെ പറ്റിച്ചു. അങ്ങനെ അത് ഡിവോഴ്സായി. ഡിവോഴ്സ് ആയതിനു ശേഷം വീണ്ടും ഇവർ വേറൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു. അങ്ങനെ ഇപ്പം ആ ഭർത്താവിന് ഇതിനായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കുന്നുണ്ട്. നിങ്ങളത് ആലോചിച്ച് നോക്കുക, എത്രത്തോളാണ് ഇവരുടെ തട്ടിപ്പിൻ്റെ റേഞ്ച് എന്നുള്ളത്. പാവപ്പെട്ടവരെ പറ്റിക്കുക എന്നുള്ളത് ഞാൻ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്നുള്ള സ്കീമിലാണല്ലോ അവർ ഇറങ്ങിയിട്ടുള്ളത്. പാവപ്പെട്ടവരെ മാത്രമല്ല, സ്വന്തം ജീവിതത്തിലൊപ്പമുള്ള ആദ്യ ഭർത്താവിനെ വരെ നല്ല രീതിയിൽ വലിപ്പിച്ച് പോയ മുതലാണ്. പിന്നെ ഭീഷണി പല രീതിയിലാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ എന്തെങ്കിലും അവിടെ ചോദിച്ച് പോലീസ് കേസ് ആവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഗുളിക എടുത്ത് കൈ പിടിച്ചിട്ട് ഞാൻ അതപ്പം തീരുവെന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണി ഒരു സൈഡിൽ. പിന്നെ ഇടയ്ക്ക് ചിലരോട് ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണി വേറെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. രണ്ടാമതിപ്പോൾ പലരോടും ചോദിക്കുന്ന സമയത്ത് അവരുടെ പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്, ഞാൻ എംബസി പോയി കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പുറത്തേക്കേ പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് ട്രാവൽ ബാൻ അടിച്ചു വരുന്ന രീതിയിൽ നിങ്ങളെ ഫ്രോഡാണെന്ന് പറഞ്ഞുള്ള രീതിയിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ വേറെ ഭീഷണിയും ഈ പറഞ്ഞ പാവങ്ങളോട് ഈ ലേഡി ഇളക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഇത് കേട്ടിട്ട് തുള്ളാൻ നിൽക്കല്ല വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ക്യാൻസലേഷൻ ചെയ്യേണ്ടവർക്ക് ക്യാൻസലേഷൻ ചെയ്ത് പോവാം. അതല്ലാണ്ട് കണ്ടവർ പറയുന്നത് കേട്ട് തുള്ളി നിൽക്കാനുള്ളവർക്ക് തുള്ളി നിൽക്കാം. എന്റെ സമയം വേസ്റ്റ് ചെയ്യരുത്. ഞാൻ ലീഗലി ആരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അവരൊക്കെ ഞാൻ പാസ്പോർട്ട് നമ്പർ ഉൾപ്പെടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ലീഗലി എന്റെ സൈഡിൽ നിന്ന് പോകും. കാരണം ഞാൻ അത്ര ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. എന്നെ മെന്റലി ഫിസിക്കലി ഒക്കെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനി നടക്കൂല. ഒരു സ്വഭാവം കാണിക്കും, പിന്നെ വേറെ സ്വഭാവം കാണിക്കുന്ന ടീംസിനൊന്നും എനിക്ക് വെച്ചോണ്ടിരിക്കുന്നത്. വരുമ്പോ എന്തോ അയ്യോ മാഡം ഞങ്ങൾ എങ്ങനെയും ഒന്ന് UK വിട്ടാ മതി. 90 ദിവസത്തെ എഗ്രിമെന്റ് വെച്ച് സൈൻ ചെയ്തിട്ട് പോകുമ്പോൾ ക്യാൻസലേഷനോ റിജക്ഷനോ മെഡിക്കൽ കൊണ്ടുതരുന്നത് ഒരു സമയത്ത്, ഡോക്യുമെന്റ്സ് കൊണ്ടുതരുന്നത് വേറൊരു സമയത്ത്. ഇതെല്ലാം നമ്മൾ ഓർഡർ ആക്കി 30 ദിവസത്തിനുള്ളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എനിക്ക് ഇങ്ങനെ സംസാരിച്ച് എനിക്കറിയില്ല. ഞാനിപ്പോ ഒരു കമ്പനി CEO ആയിട്ടല്ല സംസാരിക്കുന്നത്, ഒരു വെറുതെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കേട്ട് 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 മനുഷ്യന്റെ ക്ഷമ നശിച്ചു. എല്ലാത്തിനും മെഡിക്കലും സർട്ടിഫിക്കറ്റും അതും ഇതിനും മറ്റേതിനും ഓടി ഓടി നടന്ന് ചീത്തപ്പേര് മൊത്തം വരുമ്പോ കാർത്തിക മാമിന്റെ തലയില്. ഞാൻ എന്താണ് ഞാനൊരു എന്റെ പേരിൽ അല്ലെങ്കിൽ ഞാൻ പിടികിട്ടാ പുള്ളിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ ഈ മോഡലിംഗ് പരിപാടിയോ അല്ലെങ്കിൽ ഇത്ര പരസ്യമായിട്ടൊന്നും കൊണ്ട് നടക്കത്തൊന്നുമില്ല. ഒരു മനുഷ്യനെ പറ്റി അപമാനിക്കുന്നതിനും ഈ പറയുന്ന ഇല്ലായ്മ പറയുന്നതിനും എനിക്കറിയാം എങ്ങനെ നേരിടണം എന്നുള്ളത്. കാർത്തികയുടെ പേരിൽ കേസ് ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കോ? നിങ്ങൾക്കൊന്നും നാണോ മാനോ ഒന്നും ഇല്ലേ? നിങ്ങൾ ആരെ നിർബന്ധിച്ചിട്ടൊന്നും അല്ലല്ലോ ഞാൻ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നത്. നിങ്ങൾ സ്വന്തമായിട്ടല്ലേ വന്ന് എഗ്രിമെന്റ് ചെയ്തതും എടുത്തതും ഒക്കെ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലാണ്ടിരിക്കുകയാണോ? എനിക്കന്ന് കുറെ പണികളുണ്ട് ചെയ്തു തീർക്കാൻ. അവിടെ ദൈവത്തോർത്ത് എന്നെ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങൾ ക്യാൻസൽ ചെയ്ത് പൊക്കോ. നിങ്ങൾ എനിക്ക് 90 ദിവസത്തെ സമയമൊന്നും തരണ്ട. നിങ്ങൾ വിത്തിൻ 1 മാസം സമയം എനിക്ക് തന്നാൽ മതി. എനിക്കറിയാം പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളും വെച്ചിട്ട് ഒരു പെറ്റീഷൻ എംബസിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് ചെയ്തു കഴിഞ്ഞില്ലേ, കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഒരു പണിയില്ല, ഒരു കാര്യമില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ അപമാനിക്കുന്നതിനും ഇൻസൾട്ട് ചെയ്യുന്നതും ഇല്ലായ്മ പറയണം. എന്താണ് 90 ദിവസത്തെ എഗ്രിമെന്റ് പറഞ്ഞിട്ട് ഇന്റർവ്യൂ പാസ്സാവാണ്ടിരിക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂ വരുമോ അല്ലെങ്കിൽ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം തൊട്ട് ഞങ്ങളുടെ ഫണ്ട് താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗ്രിമെന്റിന് എന്ത് വാല്യൂ ആണുള്ളത്? ഞാൻ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ FIR ഇടുവോ, എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യിപ്പിക്കോ, എന്തോ ആണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ കോടതിയിൽ ഞാൻ വാദിച്ചോളാം, ബാക്കി അത് നോക്കിക്കോളാം. അമ്മ എന്തായാലും ഞാൻ അകത്ത് പോവാം, ബാക്കി വരുന്നിടത്ത് വെച്ച് ഞാൻ കണ്ടോളാം. ക്ഷമിച്ച് 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 മിണ്ടാണ്ടിരിക്കും തോറും ഇങ്ങോട്ട് വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങ് ചെയ്യും, ബാക്കി ഞാൻ നോക്കിക്കോളാം കേട്ടാ. എനിക്ക് എന്തായാലും തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കൊച്ചി തന്നെ ഉണ്ട്, അറസ്റ്റ് ചെയ്യിപ്പിച്ചോ. ഞാൻ അകത്ത് പോയി കിടന്നോളാം. അകത്ത് പോയി നിങ്ങൾ എന്നെ അകത്തിട്ടിട്ട് നിങ്ങൾ അങ്ങ് പൈസ വാങ്ങിച്ചോ. ഞാൻ എന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ കാർത്തിക പ്രദീപിന്റെ ഭീഷണിയുടെ സ്വരം. ഓക്കെ, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇവർ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്നുള്ള സ്കീമാണ്. അതിനപ്പുറം ഇവർക്കൊന്നും കേൾക്കണ്ട. ഈ സൈഡിലൊക്കെ കാണുന്നത് ഇവർക്കെതിരെ പലരും പല സ്റ്റേഷനിൽ പല സമയങ്ങളിലായിട്ട് കൊടുത്തുള്ള FIRന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് 1-2 FIR ഒന്നുമല്ല, 10-11 ഇപ്പം തന്നെ എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.
പിന്നെ ഇവരുടെ പല ടൈപ്പുള്ള ബന്ധങ്ങൾ, ഇതിൽ ആരൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഇത്രയും ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ ഇവരെന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണമൊക്കെ പോലീസ് വിശദമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ചാടി പിടിച്ചിട്ട് അതിലൊന്നും പോയിട്ട് തല വയ്ക്കാതിരിക്കുക. കൃത്യമായിട്ട് അന്വേഷിക്കുക. ഇപ്പോൾ എല്ലാത്തിനും വഴിയുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനത്തിനെ കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ അറിയണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഴയ പോലെ അല്ല. നിങ്ങൾക്ക് ഒരു വണ്ടി എടുത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് പോയി അന്വേഷിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒക്കെ ഫോണിൽ കൂടി നടക്കുന്ന പരിപാടിയൊക്കെ നിങ്ങളെ വിരലിൻ്റെ അറ്റത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ജോലി എന്ന് പറഞ്ഞത് ഒരാൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില മോഹ വാഗ്ദാനങ്ങളിൽ വീണു പോവുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്, സിറ്റുവേഷൻ കൊണ്ട് പറ്റുന്നതാണ്. ബട്ട് സ്റ്റിൽ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഒരുപാട് പേര് പുറത്തുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയ പ്രൊഫൈലിലെ 1000 ലക്ഷം കണക്കിനുള്ള ഫോളോവേഴ്സൊന്നും ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ളൊരു പ്രിഫിക്സ് ഒന്നും നിങ്ങൾക്ക് എന്തല്ല, ഒരു വിശ്വാസ്യതയുടെ ചിഹ്നമൊന്നുമല്ല. ഓക്കെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല ഒരാൾക്ക്. അപ്പോൾ ആ അവസ്ഥയിലുള്ളപ്പോൾ എങ്ങനെയാ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോരുത്തരെങ്ങനെ വിശ്വസിക്കുന്നുള്ളൊരു സാധനം നിങ്ങൾ മനസ്സിലായി. ഇപ്പോൾ എന്നെയാണെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട ഉള്ള കാര്യം പറയാമല്ലോ. നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് 100% വിശ്വാസ്യത നിങ്ങൾ കണ്ടും തൊട്ടും അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു കാര്യത്തേക്ക് ചാടി ഇറങ്ങുക. ഓക്കെ, 100 വട്ടം ആലോചിക്കുക. കയ്യിൽ നിന്ന് ₹1 എടുത്ത് കൊടുക്കുന്നതിന് മുമ്പും 100 വട്ടം ചിന്തിക്കുക. ഇവൻ ഒരാളെ സഹായിക്കാനാണെങ്കിൽ പോലും, ഇത് ഞാൻ എടുത്ത് പറയുകയാണ്, ഇവൻ ഒരാളെ സഹായിക്കാനാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, 100 വട്ടം ചിന്തിച്ചിട്ട് കയ്യിലിരുന്ന കാശ് എടുത്ത് കൊടുക്കുക. സഹായിക്കാനാണെങ്കിൽ പോലും കാശ് എടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ കിട്ടാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ എന്താണെങ്കിലും പൈസ കൊടുക്കുന്നതിന് മുന്നേ, പൈസ എടുത്ത് ചിലവാക്കുന്നതിന് മുന്നേ ചിന്തിച്ചിട്ട് ചെയ്യുക. കാശാണ്, പോയാൽ ഒരു പോക്ക് പോവും, തിരിച്ചുണ്ടാക്കാൻ വളരെ പാടാണ്. ഓക്കെ, ജോലി എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഉടായ്പ എന്താ, ജെന്യുവിൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് ഇങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടാൽ അപ്ലൈ ചെയ്യുക.